CPM-ന്റെ അടിത്തറയിളക്കി മുതിർന്ന നേതാവ് ജി സുധാകരൻ നടത്തിയ തുറന്നു പറച്ചിലുകൾ കേരള രാഷ്ട്രീയത്തിൽ കടുത്ത പ്രകമ്പനമാണ് സൃഷ്ടിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ പാർട്ടി പൂർണ്ണമായും തകർന്നടിഞ്ഞെന്നും ആശയ അടിത്തറ നഷ്ടപ്പെട്ട് കേവലം പേര് മാത്രമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയെന്നുമാണ് മുൻ മന്ത്രി കൂടിയായ സുധാകരന്റെ അതിരൂക്ഷമായ വിമർശനം. സജി ചെറിയാൻ, H. സലാം തുടങ്ങിയ പൊളിറ്റിക്കൽ ക്രിമിനലുകൾ പാർട്ടിയെ കൈയടക്കിയതാണ് താൻ സജീവ രംഗത്ത് നിന്ന് മാറി നിൽക്കാൻ കാരണമെന്നും അദ്ദേഹം പരസ്യമായി വ്യക്തമാക്കുന്നുണ്ട്. തനിക്കെതിരെ പരസ്യമായി ഭീഷണി മുഴക്കിയ ജില്ലാ സെക്രട്ടറി R. നാസറിനെതിരെ നിയമ നടപടി വേണമെന്ന ആവശ്യമാണ് സുധാകരൻ പ്രധാനമായും ഉയർത്തുന്നത്. തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പരസ്യമായി പറഞ്ഞ നാസറിനെതിരെ പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ഇനി തനിക്ക് നേരെ ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം വധഭീഷണി മുഴക്കിയ ജില്ലാ സെക്രട്ടറിക്കായിരിക്കും. ജനങ്ങളിൽ നിന്ന് 100% ഒറ്റപ്പെട്ട ഒരു നേതൃത്വമാണ് ഇപ്പോൾ ജില്ലയിലുള്ളതെന്നും സ്വന്തം പ്രസ്ഥാനത്തെ കൂടുതൽ കുഴിയിലേക്ക് തള്ളിവിടാതെ നോക്കാൻ ഇവർ തയ്യാറാകണമെന്നും സുധാകരൻ ഓർമ്മിപ്പിച്ചു. പാർട്ടിക്കുണ്ടായ വൻ തകർച്ച വോട്ടുകളുടെയും നഷ്ടപ്പെട്ട ഭരണസമിതികളുടെയും കണക്കുകൾ നിരത്തിയാണ് സുധാകരൻ സ്ഥാപിക്കുന്നത്. 9 നിയമസഭാ സീറ്റുകളിൽ നിന്ന് LDF 3ലേക്ക് ചുരുങ്ങിയതും ആലപ്പുഴ നഗരസഭയും ചരിത്രത്തിൽ ആദ്യമായി കൈനഗരി പഞ്ചായത്തും ഉൾപ്പെടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം കൈവിട്ടുപോയതും നേതൃത്വത്തിന്റെ പരാജയമാണ്. നിലവിലെ ഭാരവാഹികൾക്ക് ഇത് തിരിച്ചറിയാനുള്ള ഭൗതികമായ കഴിവില്ല. മുൻപ് താൻ MLA ആയിരുന്നപ്പോൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. വരും ദിവസങ്ങളിൽ ഇതേ രീതിയിലാണ് പാർട്ടിയുടെ പോക്കെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ CPM-ന് ഒരൊറ്റ സീറ്റ് പോലും ലഭിക്കില്ലെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. നേതൃത്വത്തിന്റെ ക്രിമിനൽ വൽക്കരണവും അഴിമതിയുമാണ് പാർട്ടി ഈ അവസ്ഥയിലെത്തിച്ചത്. മയക്കുമരുന്ന് കടത്തുകാരായ ഷാനവാസിനെ പോലെയുള്ളവരും ഹരിപ്പാട്ടെ അൻസിലിനെ പോലെയുള്ളവരും പാർട്ടിയുടെ പ്രതികളായി മാറിയപ്പോൾ തങ്ങൾ കണ്ട കമ്മ്യൂണിസം അല്ല ഇതെന്ന് സുധാകരൻ വ്യക്തമാക്കുന്നു. ചിന്തകന്മാരോ ഗവേഷകരോ മികച്ച പ്രസംഗകരോ ഇല്ലാത്ത ഒരു അരമണിക്കൂർ സദസ്സിനെ പിടിച്ചു നിർത്താൻ കെൽപ്പില്ലാത്തവരാണ് ഇന്നത്തെ നേതാക്കൾ. തനിക്കെതിരെയും തന്റെ മകന്റെ വരുമാനത്തെക്കുറിച്ചും വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന പുതിയ MLA-മാർ വിവരം കെട്ടവരാണെന്നും ഇലക്ഷൻ സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ പോലും അറിയില്ലെന്നും സുധാകരൻ പരിഹസിച്ചു. വിദേശത്ത് സ്വന്തം യോഗ്യതയിൽ ജോലി ചെയ്യുന്ന മകനെ അനാവശ്യമായ വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതിനെതിരെ കടുത്ത അമർഷമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. CPM ഇവിടെ തകർന്നടിഞ്ഞിരിക്കുന്നു. അതിന് എഴുന്നേറ്റ് നിൽക്കാനാവാത്ത വിധം കെൽപ്പ് പോയിരിക്കുന്നു. അതിൻ്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ജി സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി ഇവർ കാരണമാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ് പാർട്ടിയിൽ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടെന്ന് വെച്ചത്. H. സലാം, സജി ചെറിയാൻ, പിന്നെന്താ ഒരു അനസലിയുണ്ട് ഹരിപ്പാട്, ഇവിടെ ഒരു വിഷ്ണു, ഇവിടെ മയക്കുമരുന്ന് കടത്തിയ ഒരു ഷാനവാസ്, ഇവരെല്ലാം CPM-ന് പ്രതിനിധികളായി വന്നപ്പോൾ ഞങ്ങൾ വന്ന CPM അല്ല, ഞങ്ങളൊന്നും ചേർന്ന CPM അല്ല. ഇത് CPM അല്ല, പേര് മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിസം ഒന്നുമില്ല. ഇത് കഞ്ചാവ് കച്ചവടക്കാരുടെയും മറ്റുള്ള ആൾക്കാരുടെയും അഴിമതിക്കാരുടെയും ഒരു പാർട്ടിയായി അതിൻ്റെ മേളിൽ പാവപ്പെട്ട ഈ നാസർ കയറിയിരിക്കുകയാണ്. ഇപ്പം അദ്ദേഹം തുടങ്ങിയിരിക്കുകയാണ് എന്നെ കൈകാര്യം ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആരെങ്കിലും കൈകാര്യം ചെയ്താൽ ഞങ്ങൾ ഉത്തരവാദിയല്ല. അയ്യോ, ഇതെന്താ ഏകാധിപത്യം? ഇവിടെ എല്ലാ സീറ്റിലും ഭൂരിപക്ഷം തോറ്റ ഒരാൾ പറയുകയാണ് ജനം അവരുടെ കൂടെയാണ്. പിന്നെ ജനം എൻ്റെ കൂടെ 78,000 പേരുടെ എനിക്ക് അധികം വോട്ട് ചെയ്ത് 75,000 വോട്ട് കിട്ടി. ആ 75,000 ജനങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ നടന്നാൽ എനിക്ക് 80,000 കിട്ടും. വേണോ? ഈ ജില്ലയിലെ എല്ലാവരും രാജിവെക്കുകയാണെങ്കിൽ ഞാനും രാജിവെക്കാം. വീണ്ടും ഇലക്ഷൻ നടക്കട്ടെ, ഒറ്റ സീറ്റ് കിട്ടില്ല. അതുകൊണ്ട് സ്വന്തം പ്രസ്ഥാനത്തെ കുഴിയിലിറക്കാതെ സൂക്ഷിക്കുക. എന്നെപ്പോലുള്ളവർ നൽകിയ സംഭാവനകളൊക്കെ ജനങ്ങൾ മാന്യമായി ഓർക്കുകയാണ്. അസഭ്യം പറഞ്ഞു. എൻ്റെ മകൻ്റെ വരുമാനം ഞാൻ വരുമാനത്തിൽ കൂട്ടി സർക്കാരിന് കൊടുത്തില്ല. ആരെ ഈ MLA പറയുകയാണ്, മുൻ MLA പറയുകയാണ്. അയാൾക്ക് എന്തറിയാം? കുടുംബം എന്ന് പറഞ്ഞാൽ അവൻ വിവാഹം കഴിച്ച് മാറി. അയാൾ എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ കൊടുത്താൽ മതി. ഇതുപോലും അറിയാൻ വയ്യാത്ത ആളെയാണ് നമ്മൾ MLA ആക്കിയത്. എനിക്ക് എൻ്റെ ഡിപ്പെൻഡൻ്റ് അല്ല, അവന് ഗൾഫിൽ ജോലിയാണ്, അവൻ്റെ ഭാര്യ എവിടെയാണ്? അയാളുടെ ശമ്പളം ഞാനെന്തിനാ കൂട്ടുന്നത്? ഞാൻ ആ ശമ്പളം അത് ഫാമിലി ഉണ്ട്, ആ ഫാമിലി ആയിപ്പോൾ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻ്റ് അല്ല. എത്രയോ വർഷമായി ഞങ്ങളുടെ സർക്കാരിനും അത് ഇലക്ഷൻ കമ്മീഷൻ കൊടുത്തിട്ട് ആരെങ്കിലും ചോദ്യം ചെയ്യാത്ത കാര്യം വിവരം കേട്ട ഈ മുൻ MLA പറയുകയല്ലേ? വല്ലതും പഠിച്ചിട്ടാണോ പറയുന്നത്? ചുമ്മാ ഓരോന്ന് പറയുകയാണ്. അത് പറയും, ഇത് പറയും, മറ്റത് പറയും, മറിച്ച് പറയുന്നത് വ്യക്തിപരമായ കാര്യങ്ങളോ? വ്യക്തിപരമായ കാര്യങ്ങൾ അനാവശ്യമായി പറഞ്ഞാൽ അത് ഏറ്റവും വലിയ കുറ്റമാണ്. അറിയാമോ? അത് ചെറിയ കുറ്റമല്ല. അതൊക്കെ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ. ഇതൊന്നും അറിയാതെ ഇവർ പരിശോധന കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ അങ്ങോട്ട് പറഞ്ഞതല്ല. ഇതൊന്നും നടക്കാൻ പോകുന്നല്ലേ. ഇവരുടെ ഉള്ള സീറ്റും പോവും, ഉള്ള കഴിവും പോവും. CPM ഇവിടെ
ഒരു സാധാരണ പാർട്ടിയായി അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പവർ പോയി. ഉള്ളത് പൊളിറ്റിക്കൽ ക്രിമിനൽസാണ് നേതൃത്വത്തിൽ മൊത്തം. ചിന്തകന്മാരോ ഗവേഷകന്മാരോ കവികളോ എഴുത്തുകാരോ ആരെങ്കിലും ഉണ്ടോ? പറ. നല്ല പ്രസംഗകരുണ്ടോ? ഒരു അരമണിക്കൂർ ഒരു സദസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരൊറ്റ പ്രസംഗത്തിൻ്റെ പേര് പറ. അവർക്കൊന്നും അറിയില്ല. അങ്ങനെയല്ലേ ഞങ്ങൾ ഈ പാർട്ടി വളർത്തിക്കൊണ്ട് വന്നത്? അല്ലേ? അവരെന്തിനാണ് എന്നെയും ഒക്കെ ആക്ഷേപിക്കുന്നത്? എൻ്റെ മകൻ ഇവിടെ ഞാൻ സർക്കാർ സ്വാധീനിച്ച് ഒരു ജോലി വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഹൈലി ക്വാളിഫൈഡ് ആണ് അവൻ വെളിയിൽ പോയി ജോലി കിട്ടി. യൂസഫ് അലിയുടെ കമ്പനി ജോലി കിട്ടി. സുഖമായിട്ട് അവൻ ജോലി ചെയ്യുന്നത് അവിടെ. അവന് നല്ല ശമ്പളമുണ്ട്. ഞങ്ങളുടെ ഭാഗമല്ല ശമ്പളം. അവന് ഭാര്യയുണ്ട്, കുടുംബമുണ്ട്. ഡിപ്പെൻഡൻ്റ് അല്ല. ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ നമ്മളത് കൊടുക്കണം. ഉദാഹരണം, ഒരു മകൻ വീട്ടിൽ കല്യാണം കഴിച്ചിട്ടില്ല. അയാളുടെ ഡിപ്പെൻഡൻ്റ് ശമ്പളമാണ്. ആ ശമ്പളം നമ്മുടെ ഇതിൽ വരും. പക്ഷെ നിങ്ങളാരും അത് പറയുന്നല്ലോ. എന്താ ഇത്തരം കാര്യങ്ങൾ ഗവേഷണം നിങ്ങൾ പറയണ്ടേ? സത്യത്തിന് നീതിക്കും വേണ്ടി നിൽക്കണ്ടേ? നിങ്ങളുടെ മാധ്യമങ്ങളത് ചെയ്യുന്നില്ല. ഇനി ആരെങ്കിലും എൻ്റെ നേരെ കൈ കൊണ്ടുപോയാൽ എൻ്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അത് എൻ്റെ പിന്തുണയല്ലേ ജയിക്കത്തില്ല. ആ വികസനത്തിനാണ് വോട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടത്ര വോട്ട് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് അന്വേഷിച്ച് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ചപ്പോൾ 28,000 തോറ്റു. CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി ആലപ്പുഴയിലെ ജനങ്ങളിൽ നിന്നും 100% ഒറ്റപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹത്തിൻ്റെ കമ്മിറ്റി ഒറ്റപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിലൂടെ ജനങ്ങൾ വളരെ കുറവാണ്. അതൊന്നും മനസ്സിലാക്കാനോ വിലയിരുത്താനോ നഷ്ടപ്പെട്ട ജനബന്ധനം കൊണ്ടുവരാനോ ഉള്ള ബൗദ്ധികമായ കഴിവോ കായികമായ ക്ഷമതയോ ഈ ജില്ലാ സെക്രട്ടറിയോ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കോ ഇല്ല. ഞാൻ പ്രസംഗിച്ച കേട്ടല്ലോ, പാർലമെൻറ്റിൽ തോറ്റു. ജനമാണല്ലോ തോപ്പിച്ചത്. അസംബ്ലിയിൽ ഒരു സീറ്റായി UDF-നുണ്ടായിരുന്നു, 6 സീറ്റായി. 8 സീറ്റുണ്ടായിരുന്ന LDF-നെ 3 അപ്പോൾ ജനം എവിടെ നിൽക്കുന്നു? പിന്നെ ആലപ്പുഴ മുനിസിപ്പാലിറ്റി പോയില്ലേ? JMയും സൗമ്യരാജും 2.5 വർഷം വീതം CPM-ൽ ഒരിക്കലും കേൾക്കാതെ പങ്കിട്ടെടുത്തില്ലേ? ഐക്യം പോലും ഇല്ല. 2 പേരും പങ്കിട്ടെടുക്കുക. എവിടെ നിന്ന് കേട്ടിട്ടുണ്ടോ പങ്കിട്ടെടുക്കുന്നെങ്കിൽ? മുനിസിപ്പാലിറ്റി പോയില്ലേ? പോയോ? ബ്ലോക്ക് പഞ്ചായത്ത് 11 ഉണ്ടായിരുന്നു പണ്ട്, 12-ൽ ഇപ്പോൾ വെറും 5. അത് പോയില്ലേ? പഞ്ചായത്ത് കൈനേരി ഒരിക്കലും CPM തോക്കാത്ത കൈനേരി പഞ്ചായത്ത് അടക്കം ഭൂരിപക്ഷം പഞ്ചായത്ത് പോയില്ലേ? ഞാൻ വികസനം നടത്തി എൻ്റെ സഹായത്തോടു കൂടി കഴിഞ്ഞ തവണ MLA ആയിരുന്ന ആളിന് 11,000 വോട്ട് ജയിച്ചു. അത് എൻ്റെ പിന്തുണയല്ലേ ജയിക്കത്തില്ല. ആ വികസനത്തിനാണ് വോട്ട് കിട്ടിയത്. അത് മനസ്സിലാക്കാതെ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ വേണ്ടത്ര വോട്ട് വാങ്ങിച്ച് കൊടുത്തില്ല എന്ന് പറഞ്ഞ് കള്ളപ്പരാതി കൊടുത്ത് അന്വേഷിച്ച് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരായി മത്സരിച്ചപ്പോൾ 28,000 തോറ്റു. 11,000-ന് ഞാൻ സഹായിച്ച് ജയിച്ചയാൾ എന്നോട് മത്സരിച്ചപ്പോൾ 28,000 തോറ്റപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ സഹായിച്ചുകൊണ്ട് മാത്രം ജയിച്ചെന്നല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ വസ്തുതയായിരിക്കെ ഈ ജില്ലാ സെക്രട്ടറി എന്ത് കണ്ണുകൊണ്ടായി സംസാരം? ഏത് ജനമാണ് എന്നെ കൈകാര്യം ചെയ്യുന്നല്ലേ? ചെയ്തോ. ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞാൽ കായികമായിട്ടല്ല. അങ്ങനെ കൈകാര്യം ചെയ്താൽ പക്ഷേ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യത്തില്ലേ? ഇനി ആരെങ്കിലും എൻ്റെ നേരെ കൈ കൊണ്ടുപോയാൽ എൻ്റെ ഉത്തരവാദി നാസറായിട്ട് വരും. കാരണം പുള്ളി പറഞ്ഞാൽ ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പോൾ അതിനകത്തുള്ള പ്രൊവോക്കേറ്റർ അതിനെ നിർദ്ദേശിച്ച ആൾ പ്രതിയാവും. ഇത് വല്ലതും അറിയോ? നിയമം വല്ലതും അറിയോ? അപ്പോൾ എല്ലാ അബദ്ധങ്ങളാണ് കാണിക്കുന്നത്. ഈ പോക്കിൽ അടുത്ത അസംബ്ലി ഇലക്ഷൻ ഒറ്റ സീറ്റ് കിട്ടില്ല. എഴുതി വെച്ചോ. ഞാൻ ഒരിടത്തും പ്രസംഗിക്കാൻ പോയില്ല ഈ ഇലക്ഷനിൽ. അമ്പലപ്പുഴ എൻ്റെ മണ്ഡലത്തിലാണ് ആകെ ഞാൻ പോയത്. ഒരു ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് ഉൾക്കാണ് ഞാൻ തോമസിന് വേണ്ടി ഞാൻ പോയി. ഞാൻ ഇവിടെ ഒരു സ്ഥലത്തും ഞാൻ പ്രസംഗിക്കാൻ പോയെങ്കിൽ 3 സീറ്റ് കിട്ടത്തില്ല. ഞാൻ പോയില്ലല്ലോ. ഞാൻ എവിടെയും പോയില്ലല്ലോ ഇതിനായിട്ട് പ്രസംഗിക്കാൻ. ഞാനങ്ങനെ വളരെ ഒതുങ്ങി ഞാൻ എൻ്റേതായി ഇരുന്നപ്പോഴാണ് നമ്മളെ പ്രൊവോക്ക് ചെയ്യുക. പ്രൊവോക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പ്രൊവോക്ഡ് ആവത്തില്ല. അതുകൊണ്ട് അടുത്ത തവണ ഒറ്റ അസംബ്ലി സീറ്റ് കിട്ടില്ല. ആളുകൾ ഇവിടെ കിട്ടത്തില്ല. കണ്ടോളൂ. ഈ സൗമ്യരാജ് എന്ന് പറയുന്ന ആ സ്ത്രീ പോസ്റ്റ് ഇട്ട് എനിക്കെതിരായിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നില്ലേ? ആ സ്ഥാനം എങ്ങനെ പോയി? അപ്പം നിങ്ങൾ തന്നെ നിങ്ങളുടെ മാധ്യമങ്ങളോട് കൈപ്പെടും. നിങ്ങളെന്തായാലും വിശകലനം ചെയ്യാതെ സുധാകരൻ പറഞ്ഞാൽ കൊടുക്കലാണോ? അപ്പം നിങ്ങൾ അവരുടെ അതല്ലല്ലോ. CPM ഇവിടെ തകർന്ന് അടിഞ്ഞിരിക്കുന്നു. അതിൽ എഴുന്നേറ്റ് നിൽക്കാനാവാത്ത ഒരു കെൽപ്പ് പോയിരിക്കുന്നു. അതിൻ്റെ അടിത്തറയൊക്കെ പോയിരിക്കുന്നു. ഇതേപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് സുധാകരൻ എന്തുകൊണ്ട് പാർട്ടി ഇവർ കാരണമാണ് ഇതുപോലുള്ള പൊളിറ്റിക്കൽ ക്രിമിനൽസ് പാർട്ടിയിൽ നേതൃത്വത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് വെച്ചത്.